ഹായ് ഹലോ, എല്ലാവർക്കും ഷിൽവോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് മുനമ്പ ഹാർബറിലേക്ക് ഒരു യാത്ര പോയി. അതിൻ്റെ വിശേഷങ്ങൾ പറയാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ പുല്ലൂറ്റ് പാലം എത്തിയിരിക്കുകയാണ്. ഈ പുല്ലൂറ്റ് പാലത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറത്തെ യാത്രയുണ്ട് നമ്മുടെ മുനമ്പ ഹാർബറിലേക്ക്. ഹാർബറിലേക്ക് എത്തുന്നതിന്റെ തൊട്ട് മുൻപായിട്ട് നമ്മുടെ മീനിലേക്ക് ഇടാനുള്ള ഐസുകൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു പ്രോസസ്സിംഗ് കണ്ടു. അപ്പൊ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയിട്ട് അവിടെ വീഡിയോ എടുത്തു. ഹാർബറിലേക്ക് ആവശ്യമായ ഐസ് ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആവശ്യമുള്ള വണ്ടികൾ ഇവിടെ വന്നിട്ട് ലോഡ് ചെയ്ത് ഇതുപോലെ കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ ഐസ് കട്ട ചെയ്ത് ഈ ക്രഷ് മെഷീനിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് ഓട്ടോമാറ്റിക് കയറിപ്പോയി ലോഡ് ചെയ്യുന്നതാണ് പരിപാടി. നമ്മളിപ്പോൾ ഹാർബറിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട്. ഇത് എല്ലാം മീനുകൾ കയറ്റി പോകാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടികൾ കിടക്കുന്നത്. ഞാനിവിടെ വന്നതിന് ശേഷം 2-3 ചേട്ടന്മാരുടെ അടുത്ത് വീഡിയോ എടുത്തോട്ട് വന്ന് പെർമിഷൻ ചോദിച്ചിരുന്നു. അവർ പറഞ്ഞു വീഡിയോ എടുത്തോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത്. കാരണം നമുക്കറിയില്ല അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന്. ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടമാവില്ല വീഡിയോ എടുക്കുന്നത്. ഹാർബറിന്റെ ബോട്ടുകളൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് ഞാൻ ഇങ്ങനെ പതുക്കെ നടക്കുകയാണ്. അവിടെ കുറേ ബോട്ടുകളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. ഈ ഹാർബറിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ടൈം എന്ന് പറയുന്നത് വെളുപ്പിന് 4 മണി തുടങ്ങിയിട്ട് ഒരു 6 മണി വരെയുള്ള ടൈമാണ്. നമ്മളിപ്പോൾ വന്നേക്കുന്ന സമയം എന്ന് പറയുന്നത് 7 മണിയോളം ആയിട്ടുണ്ട്. 7-8 മണി ആവാറായി. അപ്പം അതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവാണ്. കാരണം ബോട്ടുകളൊക്കെ അത്യാവശ്യം ഇവിടുന്ന് പോയി മീനുകളൊക്കെ ഇറക്കിയതിന് ശേഷം ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് നമ്മുടെ നല്ല നല്ല മീനുകളൊക്കെ കയറിപ്പോയിരുന്നു. കച്ചവടത്തിന്റെ ആവശ്യത്തിനായുള്ള എല്ലാ മീനുകളും കയറിപ്പോയിരുന്നു. ഇനി നമുക്ക് മിക്സഡ് മീനുകളാണ്, അതായത് വേസ്റ്റ് മീനുകൾ എന്നാണ് അവർ പറയുന്നത്. ഇത് ഞാനപ്പോൾ ചോദിച്ചു എന്താവശ്യത്തിനാണ് ഇത് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചെറിയ മീനുകൾ എന്താ പറയുക മരുന്നിൻ്റെ ആവശ്യത്തിന്, അതുപോലെ തന്നെ പേസ്റ്റ് രൂപത്തിലാക്കി വേറെ പല ആവശ്യങ്ങൾക്കായിട്ട് ഇത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ കുറേ കുഞ്ഞു കുഞ്ഞു മീനുകളും ഉണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് എന്താ പറയുക മീൻ വളത്തിൻ്റെ ആവശ്യത്തിന് പോവും. അങ്ങനെ കുറേ ടൈപ്പ് മീനുകളുണ്ട്. അപ്പോൾ ഇവർ ആദ്യം തന്നെ ഇവിടെ വരുന്ന ഐറ്റംസ് സെക്ഷൻ തിരിയും. നല്ല കറിക്കാവശ്യമായ സെക്ഷൻ, അതുപോലെ തന്നെ എന്താ പറയുക വളത്തിനാവശ്യമായ സെക്ഷൻ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് മരുന്നിനാവശ്യമായ സെക്ഷൻ, അങ്ങനെ ഓരോ സെക്ഷനായിട്ട് തിരിഞ്ഞതിന് ശേഷമാണ് മീൻ ഹാർബറിൽ നിന്ന് പോകുന്നത്. അപ്പോൾ കാലത്തൊരു വെളുപ്പിനൊരു 4 മണി മുതൽ ഇവിടെ പരിപാടികൾ തുടങ്ങുന്നതാണ് ഇവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞത്. നല്ല അടിപൊളി ചേട്ടന്മാരായിരുന്നു കേട്ടോ, എല്ലാവരും കമ്പനിയായിരുന്നു. അപ്പം നമുക്ക് വീഡിയോ ചെയ്യാനും കുറേയൊക്കെ എളുപ്പമായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു വെളുപ്പിന് നമുക്ക് 4 മണി ആ ടൈമിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് വീഡിയോസും അതുപോലെ തന്നെ ഒരുപാട് മീനുകളും കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു ഇപ്പോൾ നിലവിൽ അവർക്ക് വർക്ക് ഇപ്പോൾ കുറവാണ്. കാരണം കടലിൽ നിന്ന് മീൻ വരൽ കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താണ് വർക്ക് കുറവാണെന്നാണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ ആ ക്രഷ് ചെയ്ത ഐസ് കണ്ടില്ലേ, അത് ഇവിടെ വന്നിട്ടാണ് ഓരോ ബോക്സുകളിലേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ലേലം വിളിച്ച് പോയ മീനുകൾക്ക് ശേഷം വന്നിരിക്കുന്ന മീനുകൾ, ബാലൻസ് വന്നിരിക്കുന്ന മീനുകൾ, അതായത് ഇവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എന്താ പറയുക വേസ്റ്റ് മീനുകൾ എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇവർ പറയുന്നത് കടലിൽ നിന്ന് എന്ത് കിട്ടിക്കഴിഞ്ഞാലും അത് ഒന്നും വേസ്റ്റ് അല്ല. ഒരു എന്താ പറയുക ചെറിയ മീനാണെങ്കിൽ തന്നെയും അത് വേസ്റ്റ് അല്ല. കാരണം അവർ വളത്തിൻ്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളത്തിൻ്റെ ആവശ്യത്തിന് ഒക്കെ ആയിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് ഒന്നും വേസ്റ്റ് തന്നെയല്ല. പക്ഷേ ഇതിനൊക്കെ റേറ്റ് കുറവായിരിക്കും. ഇതുപോലത്തെ 3 ഷെൽട്ടറിലാണ് മുനമ്പത്ത് മീനുകൾ സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഒരു ഏറ്റവും അറ്റത്ത് വരുന്ന ഒരു റൈറ്റ് സൈഡിലെ ഏറ്റവും അറ്റത്ത് വരുന്ന സ്ഥലത്താണ് നമുക്ക് എന്താ പറയുക ലേലം വിളി അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നത്.
ഇത് ഞാൻ അവിടെ ഒരു കിടക്കുന്ന ഒരു മീനെ കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞാൻ ആ ഒരു ചേട്ടനോട് ചോദിച്ചു ഈ മീനിൻ്റെ പേരെന്താണെന്ന്. അപ്പോൾ അവർ പറയുന്നത് കൊറോണ എന്ന് പറയുന്ന ഒരു മീനായിട്ടാണ്. കാരണം നമ്മുടെ കൊറോണയുടെ ഒരു ലുക്ക് ഉള്ളതുകൊണ്ട് അതിനെ കൊറോണ എന്നാണ് പേര് പറയുന്നത്. ഈ മീൻ ഒന്നിനും ഉപയോഗിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇത് എന്താ പറയുക, മീൻ വളത്തിന് വേണ്ടി കയറിപ്പോകും. കാരണം ഇതിൽ എന്തോ ഒരു വിഷാംശം പോലുള്ള എന്തോ ഒരു ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഹാർബറിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പരിന്തകളും അതുപോലെ തന്നെ ഇതാ ചേട്ടൻ നടക്കുന്ന ഫ്ലോറിൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസൈക്ക് ഇട്ട് നല്ല ഗ്രാനൈറ്റ് ഇട്ട് അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലിപ്പ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ അവർക്ക് അവരുടെ ബോക്സുകൾ നല്ല സ്മൂത്തായിട്ട് മൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവിടെ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ എന്താ പറയുക, നല്ല ഗ്രിപ്പുള്ള ഷൂ ആണെങ്കിൽ മാത്രം കയറിയാൽ മതി എന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു. കാരണം എന്തായാലും വീഴുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത്യാവശ്യം ഗ്രിപ്പുള്ള ഷൂസോ ചെരുപ്പോ അല്ലെങ്കിൽ ഇവിടെ നന്നായിട്ട് സ്ലിപ്പാവും. അതുപോലെ തന്നെ ഈ കിടക്കുന്നതാണ് തെരണ്ടിയുടെ തല. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ എല്ലാം തന്നെ ലേലം വിളിച്ച് പോയി കഴിഞ്ഞു. അപ്പോൾ ഇത് തലഭാഗം ഒരു ചേട്ടൻ മാത്രം ലേലം വിളിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ഈ കിടക്കുന്നത് നമ്മുടെ അയിലയാണ്. അതപ്പോൾ ഈ വേസ്റ്റ് മീനിൻ്റെ ഒപ്പം തന്നെ വന്നിരിക്കുന്ന ഈ മീനായതുകൊണ്ട് ഇവിടെ ഒരു ചേട്ടൻ, ഇത് ശീലാവാണ്. അപ്പോൾ ആള് അതൊക്കെ വയറ് പൊട്ടിയതും അതുപോലെ തന്നെ കണ്ണ് മിസ്സായത്, അങ്ങനെയൊക്കെയുള്ള കണ്ണൊക്കെ പോയത്, അങ്ങനെയൊക്കെയുള്ള മീനുകളൊക്കെ തിരഞ്ഞ് തിരിക്കുകയാണ്. കാരണം ഇത് ചെറിയൊരു വിലയ്ക്ക് എടുക്കാൻ വേണ്ടി വേറെ ചെറുകിട കച്ചവടക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതും അങ്ങനെ ചിലവായി പോകുന്നുണ്ട്. പക്ഷെ ശരിക്കും ലേലം വിളി ഉള്ള ടൈമിൽ ശരിക്കും നല്ല മീനുകൾ മാത്രമാണ് ഉണ്ടാവുക. ഈ സമയത്ത് വരുന്നത് ചെറുതായിട്ട് വയറ് പൊട്ടിയത്, അതുപോലെ തന്നെ ചെറിയ ചെറിയ എന്തെങ്കിലും ഇത് പറ്റിയതൊക്കെ മീനുകളൊക്കെ ആയിരിക്കും. അതാണ് ഈ തിരിഞ്ഞു വച്ചിരിക്കുന്നത്. ഇതിനായിട്ട് മാത്രമായിട്ട് കുറച്ച് പേര് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കറിക്ക് ആവശ്യമായ മീനുകളും നമുക്ക് ഇവർ തരുന്നതാണ്. പക്ഷേ അപ്പോൾ ഞാനപ്പോൾ അതിനുള്ള സെറ്റപ്പിന് വേണ്ടിയിട്ടല്ല പോയിരുന്നത്. കാരണം ഇവിടുന്ന് വേറെ സ്ഥലം വരെ പോകാനുള്ളത് കൊണ്ട് ഞാൻ വീട്ടിലേക്ക് മേടിച്ചിരുന്നില്ല. വളത്തിനാവശ്യമായുള്ള മീൻ തൂക്കം നോക്കിയതിന് ശേഷം വണ്ടിയിൽ കയറ്റുന്നതിന് തൊട്ട് മുൻപുള്ളൊരു സെക്ഷനാണിത്. ഈ നമ്മുടെ ബോക്സിലേക്ക്, മീനുള്ള ബോക്സിലേക്ക് ഓരോ ഷവല് ഐസ് വാരി സെറ്റ് ചെയ്തതിനു ശേഷം വണ്ടിയിലേക്ക് നേരെ കയറ്റുകയാണ് ചെയ്യുന്നത്. കാരണം നല്ല മീനുകളിൽ നല്ല രീതിയിൽ ഐസ് ചെയ്യും. പക്ഷേ ഇത് വളത്തിൻ്റെ ആവശ്യമായതുകൊണ്ട് ജസ്റ്റ് ഒരു കൂളിംഗ് മാത്രം നിന്നാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. ഇത് നേരെ വളത്തിൻ്റെ ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്നതാണിത്. അതുകൊണ്ട് തന്നെ അധികം എന്താ പറയുക, മീൻ അധികം ഐസൊന്നും ഇടണ്ടെന്നാണ് അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞത്.
ഈ ഭാഗത്താണ് നമുക്ക് എന്താ പറയാ ഹാർബറിലെ മീനുകളൊക്കെ ലേലം വിളിച്ചു പോകുന്നൊരു സ്പേസ്. ഇവിടെയാണ് വലിയ വലിയ മീനുകളൊക്കെ ലേലം വിളിച്ചു പോകുന്നൊരു സ്ഥലം. ഇവിടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. കാരണം നമുക്കിപ്പോൾ സമയം ഇപ്പോൾ ഒരു 8 മണി ആവാറായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇവിടെ ലേലം വിളിച്ചൊക്കെ പോയി കഴിഞ്ഞു. ഇവിടുത്തെ പണികളൊക്കെ എല്ലാവരും കഴിഞ്ഞാൽ ഇനി അപ്പുറത്തേക്കാണ് എല്ലാവരും പോയേക്കണത്. ഇതാണ് നമുക്ക് ഇങ്ങനെ മീനിന് പോകുന്ന ബോട്ടുകൾ. അപ്പൊ നമുക്ക് ആ ചേട്ടന്മാരോട് നമുക്ക് അതിന്റെ വിശേഷങ്ങൾ ചോദിക്കാം. ഇതിൽ കയറിക്കോട്ടെ ഏട്ടാ ഒന്ന്. ഇല്ല മാറേണ്ട ആവശ്യമില്ല. ഇല്ല ഇതിപ്പോ എത്ര ദിവസം പിടിക്കും പോവാ? ഇപ്പൊ പോവും. ഓക്കെ 7 ദിവസം കടലിൽ കിടക്കും. അങ്ങനെ അല്ലേ. ഇതിന്റെ ഉൾവശം ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ. ഇതാണ് നമ്മുടെ എന്താ പറയാ സ്റ്റിയറിങ് കാര്യങ്ങള് ബോട്ടിന്റെ വൺ സെറ്റപ്പ് സാധനം ഉണ്ട്. അത് ഈ ചതുരം പോലെ ഇരിക്കുന്ന സാധനം എന്താണ് ചേട്ടാ? ഇതാണ് മോണിറ്റർ കോമ്പസ് അല്ലേ? ജേസ്. ഇതിൽ കാണിക്കൂലേ? അതായത് ഓപ്പോസിറ്റ് ഷിപ്പുകൾ വരുമ്പോ അറിയാൻ പറ്റൂലേ? അത് GPS സിസ്റ്റം ആണ്. ഇത് ഇതിന്റെ വയർലെസ് വരുന്നതാണത്. ഇത് ഇവരുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. ഇതിനകത്താണ് ഇതിന് സ്റ്റോറിങ് കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ ഇത് ഈ ഫ്രണ്ടിൽ ഇതെന്താണ് സംഭവം? ഇത് വല കാര്യങ്ങൾ അല്ലേ? ഓക്കെ ഇതാണ് ഇതിന്റെ വല കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് വല വലിക്കുന്ന സംഭവം. ഓക്കെ ബിജി. ചേട്ടന്റെ പേരെന്തായിരുന്നു? സോളമൻ. ചേട്ടന്റെ പേരോ? ബൈജു. ബിജു. വീട് എവിടെയായിരുന്നു? ട്രിവാൻഡ്രം. അപ്പോ നിങ്ങളിപ്പോ ഇവിടെ എങ്ങനെ മുൻപത്ത് ബോട്ട് ഇവിടെ കെട്ടുന്നത്? ഓക്കെ ആണോ? ഞാനും ആദ്യമായിട്ട് തന്നെ കാണുന്നത്. വീട് ഇവിടെ തന്നെ അടുത്ത് തന്നെയാണ്, പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ്. ഓക്കെ ഇത് അത്യാവശ്യം നല്ലൊരു വലിയൊരു ബോട്ടാണ്. നേരത്തെ കണ്ടത് നമ്മളൊരു 5 പണിക്കാരോളം ഉള്ള ഒരു ബോട്ട്. ഇത് കുറച്ചും കൂടി ആൾക്കാർ കൂടുതൽ കയറുന്ന ഒരു ബോട്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ മുനമ്പം ഹാർബറിലെ വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് മുനമ്പം ഹാർബർ കവാടം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ് ഫ്രിൻഷിൽ വ്ലോഗ്. ഓക്കെ ബൈ.